കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കുറ്റ്യാടി ഗംഗാപോണ്ടതാ. ഗംഗാപോണ്ടം മലേഷ്യൻ കുള്ളന് ദശിമങ്ങൾ ചെറുതൊക്കെ 40 ഇഷ്ടം വിട്ടും അതെയോ? ഭയങ്കര ബ്ലാക്ക് ആൻഡ് റോസ് ഇവിടെ ഉണ്ട്. ഇവിടൊക്കെ അതൊക്കെ അഭികായുള്ള തന്നെ കേട്ടാ. കൊറേ ഒക്കെ കുത്തി ഇതാ. ഇത് നിപ്പിളാണ് സംശയമുണ്ട്. ഇത് നിപ്പിൾ ടൈപ്പൊക്കെയാണ് വരുന്നത്. ഏതോ നാപ്പനെ ഇത് നിപ്പിളാണ് സംശയമുണ്ട്. അബി അവിടെ ഉണ്ട്. അബി ഇനി ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഇറക്കിയുണ്ട്, വീട്ടിൽ ഇറക്കിയുണ്ട്. അപ്പൊ ഏത് നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാം? ആ ആ 1200 കൊടുക്കാം അല്ലേ? 1200 ഞാൻ അതിന് ചെറുത് കാണിച്ചു തരാം. ഈ സൈസ് ഇതുണ്ട്, നല്ല വണ്ണുള്ള ഇതുണ്ട്. ഇതൊക്കെ നല്ല വണ്ണുള്ളതായി. ഇത് 700 700 700 കിട്ടിയാൽ മതി. ഉം, ഉം, ഏതാ ഉം. താഴെയുള്ളതിന് ഉണ്ട്. ഇതിൽ നോക്കാം നമുക്ക്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇറക്കിയില്. അതൊക്കെ തയ്യുണ്ട്, നല്ല തയ്യ. 700 നല്ല അടിപൊളി തയ്ച്ചുണ്ടാവില്ലേ. നല്ല അത് നല്ല വണ്ണുണ്ട്, അടിവണ്ണുണ്ട് ഇതിനും. 700 മണ്ണുണ്ട്. 700 പൂവും കായുണ്ട്. എന്തായാലും ഈ കൊല്ലം ഇനി ഇല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് ശരിക്ക് ഉഷാറായി കിട്ടും. കാരണം പൂ ഈ കൊല്ലം പിടിക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ആ കവർത്തനം ഇങ്ങനെ വെക്കണം. ഈ അബിയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വളണ്ട ആവശ്യക്ക? അബിയൊക്കെ നമ്മൾ എന്താ അധികം ആൾക്കാരും പറയുന്നുണ്ട്, നമുക്ക് എന്താ വെച്ചാല് പൂട്ട് പോവാ അല്ലെങ്കിൽ പൂടിനും. ഞാൻ പറഞ്ഞപ്പോ ഒരു പരീക്ഷ നിലക്ക് ആദ്യം എന്ത് ചെയ്യാ, ഒരു 2 ഗ്രാം ബോറോൺ എല്ലാ വളണ്ടിപ്പോലും കിട്ടും. ആ 2 ഗ്രാം ബോറോൺ എടുക്കുക. ആ ഒരു 4-5 ഗ്രാം ഉണ്ട് കണ്ട് എന്ത് ചെയ്യുക, കാൽസ്യം. ഉം, കാൽസ്യം നമ്മളെല്ലാ ചെടിക്കും വേണം. നമ്മൾ ഡോളമേറ്റ് ഇടണ മാതിരി നമ്മൾ കാൽസ്യം കൊടുത്താൽ, ഡോളമേറ്റ് കൊടുക്കുക. ഡോളമേറ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് പറയാം, ഉം, കാൽസ്യത്തിന്റെ പറയാം. കാൽസ്യം 5 ഗ്രാം, ബോറോണ് 2 ഗ്രാം, ഉം. 1 ലിറ്റർ വെള്ളത്തേക്കും കലക്കുക. അത് നേരെ ചോട്ടിക്കാണ് കൊടുക്കുക, വേരുമക്കാണ് കൊടുക്കുക. അപ്പോൾ പൂവും കായ്ക്കണം വരും. വരും. കാൽസ്യക്കുറവും ഇതൊക്കെ അവിടെ ആയിട്ട് വരുമ്പോൾ പൂവും കായും വരും. പൂവും കായും വന്നാൽ എന്ത് ചെയ്യാ, ഉടനെ നമ്മളെ ഉറുമ്പ് ഉണ്ടോ നോക്കുക മരത്തുമ്മേ. ആ, ഉറുമ്പ് ഉണ്ടെങ്കിൽ ആ ജമ്പ് എടുക്കുന്ന നിർബന്ധം. സാഫ് മെറ്റെന്നൊക്കെ പറയും. അതുകൊണ്ട് സാഫൊക്കെ നമ്മൾ അടിച്ചാൽ ആ ഒരു ദിവസം പോകും. പിന്നെ ഉറുമ്പ് അത് വന്നിക്കാണ്ട് ഇതാവും, നശിപ്പിക്കും. അതാവും. ഉം. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മളിപ്പോ കൊല്ലല്ല രസമല്ല, ആ, ജമ്പല്ല വേറെ വഴിയില്ല. ആ, ആ. കാരണം നമുക്ക് തിന്നാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അതെ അതെ. ഉറുമ്പിനെ ഒരാളെ മേത്താക്കിയാൽ മതി. എല്ലാവരും മറ്റമ്മ മൊത്തം അടിക്കാന്നല്ല നമ്മൾ പറയണ്ടേ. ആ, ഇപ്പൊ ഇതിനും കൂടി ഒരു ചോണറുമ്പ് ഇങ്ങനെ കയറി കൊണ്ടെടുക്കോളി. ചോണെന്ന് പറയും, നമ്മൾ പുളിയറുമ്പ് പറയും. അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഉറുമ്പിനെ പിടിച്ചുകൊണ്ട് ഒരാളെ മേത്താക്കി കാണാൻ വിട്ടാൽ മതി. അപ്പൊ എല്ലാരും സ്പോട്ട് പോകും. അതിന് പോകും അല്ലേ? ആ അപ്പൊ അത് അത് നിർബന്ധം, ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് അതായിരിക്കും അല്ലേ? നല്ലതാണ്. കാരണം എല്ലാ വേറെ വഴിയില്ല. മറ്റെന്ന് വെച്ചാൽ കുറച്ച് കായ പിടിച്ചും അങ്ങനെയൊക്കെ ആവും. ഉം, ഉം. അപ്പൊ ഈ കാൽസ്യം ബോറോൺ കൊടുത്തതിന് ശേഷം കായ പിടിക്കാനുള്ള ജമ്പ് കൊടുക്കുക. ജമ്പ് കൊടുത്ത് പിന്നെ കെണിയും തൂക്കിയിടുക. ആ നമ്മള് കാഴ്ചക്കണില്ലേ. ഉം. കാരണം പിന്നെ എന്താ വെച്ചാൽ ഈ വലുപ്പത്തിലാകുമ്പോ ഇങ്ങനെ ഒന്ന് കുത്തും. നമുക്ക് ഇവിടെ എല്ലാം കൂടി തൂക്കിയിടാൻ കഴിയും. നമുക്ക് ഇതിമൊക്കെ ഇതിൽ വലുത് കുത്തി ചാടിച്ചാണ്. കുറച്ചുകൂടി വലുതുണ്ടായി ചോട്ട് മണ്ണി നോക്കിയാൽ കാണാം. ഉം. അപ്പൊ ഈ കാഴ്ചക്കണി നിർബന്ധമാണ്. ഒരു 10 സെന്റിക്ക് 1 നിലക്ക് ഒരു വച്ചാൽ മതി കെണി. കെണി വെക്കണം നിർബന്ധം ആ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. കിട്ടും. ഇനിയിപ്പോ ഹോം ഗ്രൗണ്ടിന്റെ പണ്ടത്തെ കാഴ്ചാത്തിനും കാൽസ്യം ബോറോണും കൊടുത്താൽ മതി. കൊടുത്താൽ മതി. ഉം.